ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ ഒരു പ്രത്യേക ഉപയോഗമാണ്. മലയാളത്തിൽ നമ്മൾ പറയുന്ന അവൻ എഴുതുകയാണ്, അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഹി ഈസ് റൈറ്റിംഗ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ഒരു പ്രത്യേകതയുണ്ട്. അവൻ 2 മണിക്കൂറായിട്ട് എഴുതുകയാണ്, അവൻ 2 മണിക്കൂറായി എഴുതുകയാണ്. അത് പ്രത്യേക രീതിയിലാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വിളിക്കുന്നത്. വലിയ പേരാണ്, പക്ഷേ ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതുണ്ടാക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ. സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ വയ്ക്കും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ വയ്ക്കും. ഹാസ് ബീൻ്റെയും ഹാവ് ബീൻ്റെയും ഉപയോഗം നേരത്തെ കണ്ടു, സിംഗുലറും പ്ലൂറലും. അതിൻ്റെ കൂടെ ബേസ് ഫോം, വെർബിന്റെ ബേസ് ഫോം, അതിൻ്റെ കൂടെ ing ചേർക്കും. ഇതിന് ing ഫോം എന്നും പറയാറുണ്ട്. ആ രീതിയിലാണ് ഈ വാചകം ഉണ്ടാക്കുന്നത്. അവൻ 2 മണിക്കൂറായി എഴുതുകയാണ്. ഹി ഈസ് റൈറ്റിംഗ് ഫോർ 2 hours എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours എന്ന് പറയണം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. സാധാരണ ടെൻസിൽ നമ്മൾ 4 തരത്തിലുള്ള വാചകങ്ങൾ കാണാറുണ്ട്. ഒരു വാചകം, അതിന്റെ ചോദ്യം, നെഗറ്റീവ് ചോദ്യം. ഇവിടെ പക്ഷെ നമ്മൾ ഒരെണ്ണേ കാണുന്നുള്ളൂ. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours, അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 5 o'clock. അതിന്റെ ചോദ്യമോ നെഗറ്റീവ് ചോദ്യമൊന്നും കാണുന്നില്ല. പക്ഷേ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ പഠിക്കണം. ക്വസ്റ്റ്യൻ വേർഡ്സ് കുറച്ചെണ്ണം മാത്രമേ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം ക്വസ്റ്റ്യൻ വേർഡ്സ്, ചോദ്യവാക്കുകൾ, വേർ, വാട്ട്, വൈ, ഹൗ ലോങ്. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് ഹൗ ലോങ് എന്നുള്ളത്. ഇതിന്റെ അർത്ഥം എത്ര നാളായി, എത്ര സമയമായി, എത്ര നേരമായി എന്നൊക്കെ നമുക്ക് തർജ്ജിമ ചെയ്യാം. ഇതിന്റെ അർത്ഥം അങ്ങനെയൊക്കെ കിട്ടും. ഇവിടെ ചോദ്യത്തിൽ 2 വാക്കുകൾ ചേർത്തിട്ടുണ്ട്. സിൻസ് മോർണിംഗ്. സിൻസ് മോർണിംഗിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതാണ്, രാവിലെ മുതൽ. അപ്പോൾ ഈ വാചകങ്ങൾക്ക് കുറെ അർത്ഥം കിട്ടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇത് ചേർത്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് സിംഗുലർ ആണ് കാണുന്നത്. സിംഗുലറിന്റെ ക്വസ്റ്റ്യൻ പ്ലൂറൽ കണ്ടതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഇംഗ്ലീഷിലെ ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം. വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടുകയാണ്. ഇവിടെ സിംഗുലർ, ഹി ഹാസ് ബീൻ റൈറ്റിംഗ്. 3 വാക്കുകളുണ്ട്. ഹാസ് ബീൻ റൈറ്റിംഗ്. ഹാസ് മാത്രമാണ് മുന്നിൽ കൊണ്ടുവന്നിടുക, ബീൻ അതിന് ശേഷം ഇവിടെയാണ് ഇടുക. ഇത് പ്രാക്ടീസ് ചെയ്താലേ വരുള്ളൂ. വേർ ഹാസ് ഹി ബീൻ റൈറ്റിംഗ് സിൻസ് മോർണിംഗ്. എവിടെയാണ് അവൻ രാവിലെ മുതൽ എഴുതുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അവൻ രാവിലെ മുതൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. വേർ ഹാസ് ഹി ബീൻ വെയിറ്റിംഗ് സിൻസ് മോർണിംഗ്. എവിടെയാണ് അവൻ രാവിലെ മുതൽ കാത്തിരിക്കുന്നത്. വേർ ഹാസ് ഹി ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. എവിടെയാണ് അവൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ പഠിക്കുന്നത്. വേർ ഹാസ് ഹി ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അവൻ രാവിലെ മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. Where has he been playing since morning? എവിടെയാണ് അവൻ രാവിലെ മുതൽ കളിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അവൻ രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. What has he been writing since morning? എന്താണ് അവൻ രാവിലെ മുതൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രാവിലെ മുതൽ എന്താണ് അവൻ എഴുതുന്നത്. What has he been waiting since morning? അത് അർത്ഥമില്ലാത്തൊരു വാചകമാണ്. അർത്ഥമില്ലാത്ത വാചകങ്ങൾ വന്നാൽ ഒഴിവാക്കുക. ഫോർ വാട്ട് ഹാസ് ഹി ബീൻ വെയിറ്റിംഗ് സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ശരിയാ. ഫോർ വാട്ട്, എന്തിനു വേണ്ടിയാണ് അവൻ രാവിലെ മുതൽ കാത്തിരിക്കുന്നത്. ഫോർന്ന് ചേർക്കണം. അങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ട്. ഇവിടെ സന്ദർഭം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോർ വാട്ട് ഹാസ് ഹി ബീൻ വെയിറ്റിംഗ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ എന്തിനു വേണ്ടിയാണ് അവൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അർത്ഥമുള്ള വാചകമായിട്ട് അത് മാറി. What has he been studying since morning? രാവിലെ മുതൽ അവൻ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. What has he been working since morning? അർത്ഥമില്ലാത്തൊരു വാചകമാണ്. What has he been playing since morning? രാവിലെ മുതൽ അവൻ എന്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ ആണോ, ബാസ്കറ്റ്ബോൾ ആണോ, എന്താണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് വൈ, എന്തുകൊണ്ട്, കാരണം ചോദിക്കുകയാണ്. Why has he been writing since morning?
രാവിലെ മുതൽ എന്തുകൊണ്ടാണ് അവൻ എഴുതുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ രാവിലെ മുതൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. Why has he been waiting since morning? Why has he been waiting since morning? എന്തുകൊണ്ടാണ് അവൻ രാവിലെ മുതൽ കാത്തിരിക്കുന്നത്. Why has he been studying since morning? Why has he been studying since morning? രാവിലെ മുതൽ എന്തുകൊണ്ടാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവൻ രാവിലെ മുതൽ പഠിക്കുന്നത്. Why has he been working since morning? Why has he been working since morning? എന്തുകൊണ്ടാണ് അവൻ രാവിലെ മുതൽ ജോലി ചെയ്യുന്നത്. Why has he been playing since morning? Why has he been playing since morning? എന്തുകൊണ്ടാണ് രാവിലെ മുതൽ അവൻ കളിക്കുന്നത്. അടുത്തത് how long. How long എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്. മലയാളത്തിൽ ഇത് എത്ര നേരമായി, എത്ര നാളായി, എത്ര സമയമായി എന്നൊക്കെ തർജ്ജമ ചെയ്യാം. ഇത് ഉപയോഗിക്കുമ്പോൾ ഈ സമയമൊന്നും നമ്മൾ ഉപയോഗിക്കില്ല, സിൻസ് മോർണിംഗ് എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. How long has he been writing? How long has he been writing? ക്വസ്റ്റ്യൻ ആണ്. How long has he been writing? എത്ര നേരമായി അവൻ എഴുതുന്നത്, അല്ലെങ്കിൽ എന്തോരം സമയമായി അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. How long has he been waiting? How long has he been waiting? എത്ര സമയമായി അവൻ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തോരം സമയമായി അവൻ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര നേരമായി അവൻ കാത്തിരിക്കുന്നത്. How long has he been studying? എത്ര സമയമായി, അല്ലെങ്കിൽ എന്തോരം സമയമായി, അല്ലെങ്കിൽ എത്ര നാളായി അവൻ പഠിക്കുന്നത്. How long has he been working? How long has he been working? എത്ര സമയമായി അവൻ ജോലി ചെയ്യുന്നത്, അല്ല എത്ര നാളായി അവൻ ജോലി ചെയ്യുന്നത്. അർത്ഥത്തിലൊക്കെ നമുക്ക് തർജ്ജമ ചെയ്യാം. How long has he been playing? How long has he been playing? എത്ര സമയമായി, അല്ലെങ്കിൽ എന്തോരം സമയമായി അവൻ കളിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ് കണ്ടത്. ഈ അർത്ഥവ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. He has been working-ഉം he is working-ഉം ഈ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഒരു പ്രവൃത്തി കുറച്ചു നേരമായിട്ട് തുടരുക, അങ്ങനെയുള്ള വാചകങ്ങളാണ് ഈ ടെൻസിൽ ഈ രീതിയിൽ പറയുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നതിൽ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ രീതിയിലൊന്നും പറയാൻ പറ്റില്ല. ഒഴുക്ക് കിട്ടണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. ഇതിന്റെ അർത്ഥവ്യത്യാസം മനസ്സിലായി എളുപ്പമാണ്. വീഡിയോ കോളൊക്കെ നടത്തിയപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. അരമണിക്കൂറെങ്കിലും ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. മറ്റു ബോബ്സ് ക്രിയകൾ ഉപയോഗിക്കാം. പക്ഷെ അർത്ഥമുള്ള വാചകമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. കുറച്ച് വെർബ്സ് എല്ലാ ദിവസവും പഠിക്കണം. പുതിയ വാക്കുകൾ ഉച്ചാരണ സഹിതം പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്.
സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്. അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ അവസാനത്തേതും ആയ 16ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വെർബിന്റെ ഫോംസില് 4 ഫോംസ് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവ പഠിക്കണം നിർബന്ധമായിട്ടും. മറ്റൊന്നുള്ളത്, ഇംഗ്ലീഷിലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ്. ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ് അല്ലെങ്കിൽ എസ് ഒക്കെ ഉള്ളതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, സിംഗ്, സാങ്, സങ്, swim, swam, swum, ring, rang, rung, sing, sang, sung, shrink, shrank, shrunk, swing, sprang, sprang. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ് സ്പെല്ലിങ്ങും ഉച്ചാരണം ഒക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കണം. ഒത്തിരി ഉപയോഗിക്കുന്നതാണെന്ന് ഓർക്കുക. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അവ കാണാം. ബാങ്ക്, ബാങ്ക്ഡ്, ബാങ്ക്ഡ്, കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്, comb, combed, combed, close, closed, closed, crush, crushed, crushed, curl, curled, curled, fold, folded, folded, itch, itched, itched, need, needed, needed, object, objected, objected, obtain, obtained, obtained, order, ordered, ordered, peck, pecked, pecked, perform, performed, performed, permit, permitted, permitted, please, pleased, pleased, possess, possessed, possessed, pour, poured, poured, provide, provided, provided, release, released, released, rely, relied, relied, surround, surrounded, surrounded. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കുക, അർത്ഥമൊക്കെ പഠിക്കണം. ചില വെർബുകളിൽ നമ്മൾ കാണുന്ന പോലെ സിംഗുലർ ഉണ്ടാക്കുമ്പോൾ
IS എന്നൊക്കെ ചേർത്തിട്ടുണ്ടാകാം. അല്ലെ പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ ഡബിൾ അല്ലെ ചില ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.